ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് ഹെയർ സ്റ്റൈൽസ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താനാണ്. ഇതിന് മുന്നേ ഞാനൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ്, ഒരു 3-4 ഹെയർ സ്റ്റൈൽ വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, comment and subscribe to my channel and also hit the bell icon. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗം തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ, കാരണം എൻ്റെ ഫ്രിസി ഹെയർ ആണ്. അപ്പോൾ ആദ്യം തന്നെ ആ ഫ്രിസിനെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രീക്സിൻ്റെ ഫ്രിസ് കൺട്രോൾ ഹെയർ സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഒരു സിറമാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത് തേച്ച പാടന ഫ്രിസിനെസ് മാറി കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. പിന്നെ ഇതിൻ്റെ സ്മെല്ല്, ഫ്രേഗ്രൻസ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് തേച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഫ്രിസിനെസ് മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്ക് ഇങ്ങനത്തെ ഒരു ചീർപ്പേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചീർപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. വൈറ്റ് ചീപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുടിക്ക് പറ്റണത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ആ ഒരു ചീപ്പ്, ആ ഒരു കോംബ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ആവില്ല. സോ ഐ എം യൂസിങ് ദിസ് കോംബ്. whatever you are having, you can do it. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഹെയർ സ്റ്റൈല് സിമ്പിളായിട്ടുള്ള നമ്മുടെ പോണിറ്റെയിലാണ്. അപ്പോൾ പോണിറ്റെയിൽ കുറച്ചും കൂടി നമ്മൾ മേലെയായിട്ട് കെട്ടിയാലാണ് ഒരു ഭംഗി ഉണ്ടാവുക, അല്ലേ? താഴെയായിട്ട് കെട്ടുന്നതിനെക്കാട്ടും നമ്മൾ മേലെ ആക്കിയിട്ട് പോണിറ്റെയിൽ ഇട്ടാലായിരിക്കും ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് പോണിറ്റെയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബണ്ണ് എടുത്തിട്ടാണ് ഞാൻ കെട്ടുന്നത്. എനിക്ക് കാണിച്ചാൽ ഇങ്ങനെ വിടർത്തി വെക്കാം ഇഫ് യു വാണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മുടി എടുക്കുക. പിന്നെ നെറ്റ് കയറിയവരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഞാൻ പൊതുവെ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുമാതിരി അറിയാവുന്ന ഹെയർ സ്റ്റൈലാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണല്ലോ ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ കോമൺ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഞാൻ എവിടെ പോകുമ്പോഴും ഇങ്ങനൊരു ഹെയർ സ്റ്റൈലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം പോയി കാണാം. ഞാൻ 4 to 5 years ആയിട്ട് വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാണാൻ തീർച്ചയായിട്ടും കാണാം. ഓക്കെ, എൻ്റെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതേപോലെ മേലെയാക്കി എടുക്കാം. എന്നിട്ട് വോളിയം കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെച്ചാൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അതുപോലെ കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിട്ട് കൊടുക്കാം. ഓപ്ഷനാണ് കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റ്
അപ്പോൾ ഇത് വന്നിട്ടാണ് എൻ്റെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. ഇതും ഒരു കോമൺ ഹെയർ സ്റ്റൈലാണ്. പക്ഷേ കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ചൂടാത്തൊക്കെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും കൂടുതൽ ഓപ്റ്റ് ചെയ്യുക. കാരണം ചൂടത്ത് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് വന്നിട്ടാണ് എൻ്റെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ മാത്രമൊന്നും ഇല്ല, കോമൺ ഹെയർ സ്റ്റൈലാണ്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നമുക്ക് തേർഡ് ഹെയർ സ്റ്റൈലിലോട്ടേക്ക് പോകാം. കുറച്ച് ചൂട് കൂടുതലാട്ടോ. എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഈ മുടി കാരണം, ഇങ്ങനത്തെ ഒരു മുടിയുടെ ടെക്സ്ചർ കാരണം എനിക്ക് ഇടാൻ പറ്റാറില്ല ഈ ഒരു ഹെയർ സ്റ്റൈല്. ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് എടുക്കുക. സോ ഇതാണ് എൻ്റെ തേർഡ് ഹെയർ സ്റ്റൈൽ. ഇനി എൻ്റെ ഫോർത്ത് ഹെയർ സ്റ്റൈലിലോട്ടേക്ക് പോകാം. ഓക്കെ, ഇതാണ് അപ്പം എൻ്റെ ഫോർത്ത് ഹെയർ സ്റ്റൈല്. ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ എന്തായാലും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം പൊന്നൂസ് ഡ്രീം വേൾഡ്. ടാറ്റാ, ബൈ.